ഇത് നമുക്ക് വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയ ഒരു മട്ടൻ പെപ്പർ ഫ്രൈ എന്തായാലോ. സമയം കളയണ്ട, ഉടനെ വീട്ടിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമ്മുടെ കുരുമുളകിട്ട വരട്ടിയ മട്ടൻ 4 പേർക്ക് ഉണ്ടത്. നന്നായിട്ട് വാഷ് ചെയ്ത ബോണോടുകൂടിയുള്ള മട്ടൻ 1 കിലോ ഉണ്ട് ഞാനിവിടെ ഉപയോഗിക്കണേ. അതിൻ്റെ ഉള്ളിൽ ഒരു 200 ഗ്രാം സബോള സ്ലൈസ് ചെയ്തത്, ഒരു 100 ഗ്രാം തക്കാളി സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു 5 ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത്, ഒരു 6 ക്ലോവ്സ് ഗാർലിക് ക്രഷ് ചെയ്തത്, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി അതും ഇടിച്ചത്, ഒരു 1/2 കപ്പ് തൈര്, പിന്നെ ഇച്ചിരി നാരങ്ങനീര്, പിന്നെ ഒരു ടീസ്പൂൺ ഫെനലിൻ്റെ പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് മിൻറ്റിൻ്റെ ഇല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതുമെല്ലാം ഇട്ട് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിക്കട്ടെ. അപ്പോൾ ഈ നന്നായിട്ട് ടെൻഡർ ആവാനായിട്ടോ. അത് കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിലിട്ട് അതങ്ങോട്ട് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്ത് നല്ല തിക്കാവും. ഇപ്പം മട്ടനൊക്കെ റെഡി ആയി വരുന്നുണ്ട്. നമുക്ക് ഇനി ഒരു സ്പൈസ് റെഡിയാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് മൊത്തമുള്ളത്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ജീരകം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിന് ബ്ലെൻഡറിലേക്ക് മാറ്റി അതൊന്ന് പൗഡർ അടിച്ച് വെച്ചേക്കാം. പിന്നെ അതേ പാനിലേക്ക് 1 കപ്പ് വെളിച്ചെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 6 വെളുത്തുള്ളി ഇടിച്ചത്, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക് ഇടാം. ഒരു സ്ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലേക്ക് 1 സവോള ഇടാം. അതെടുത്ത് നല്ല ഗോൾഡൻ കളർ ആവണ വരെ സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ മട്ടൻ നേരത്തെ കുക്ക് ചെയ്തത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് സ്ലോലി ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നല്ല തിക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച സ്പൈസസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനൊന്നുകൂടി കൊണ്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റും ടെൻഡറായ മട്ടൻ റെഡി ആയിട്ട് ഇതേപോലെ നല്ല കറുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള മട്ടൻ റെഡി. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.